ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ മട്ടനാണ് എടുത്തത്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അടി പിടിക്കുന്നൊരു പേടിയുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. നൈസായി കട്ട് ചെയ്തെടുത്ത സവാളയാണ്. ഞാനിവിടെ 2 സവാള കുറച്ചായി ഇട്ടിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കണം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, മസാലയിലേക്കും വേണം. അതുകൊണ്ടാണ് 2 സവാള എടുത്തത്. ഇതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം. എന്നാലേ നല്ലപോലെ ക്രിസ്പിയായി കിട്ടുള്ളൂ. പിന്നെ ഞാനിവിടെ 2 കപ്പ് കയമാരി എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം വാർന്നു പോകാനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 ഗ്രാമ്പൂ, 2 പീസ് പട്ട, 3 ഏലക്ക, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ചെറിയ 2 പീസ് ജാതിപത്രിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. പിന്നെ അരി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അരിയൊക്കെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ കുക്കായി വരുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളെടുക്കുന്ന അരി അനുസരിച്ച് ചെറിയ രീതിയിൽ വെള്ളത്തിൽ മാറ്റം വരാം. നല്ലപോലെ തിളച്ച വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീരൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് എപ്പോഴും ഒരു പൊടിക്ക് മുന്നിട്ട് നിൽക്കണം. എന്നാലേ ഇത് കുക്കായി വരുമ്പോൾ ഉപ്പ് കറക്റ്റ് ആവുകയുള്ളൂ. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഈ സമയത്ത് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തുള്ള അരിയും ഒരുപോലെ കുക്കാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വീണ്ടും ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഞാൻ സ്റ്റൗ സിമ്മിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ റൈസൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മട്ടനൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. എനിക്ക് 7 വിസിൽ വേണ്ടി വന്നു. ഓരോ കുക്കർ അനുസരിച്ച് വിസിലിൽ മാറ്റം വരാം. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ സവാളയും അണ്ടിപ്പരിപ്പൊക്കെ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാൻ 2 സവാളയാണ് ഇതിൽ ചേർത്ത് കൊടുത്തത്. 2 ചെറിയ സവാളയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് 2 ഗ്രാമ്പൂ, ചെറിയൊരു പീസ് പട്ട, കുറച്ച് പെരിഞ്ജീരകവും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1.5 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം.
പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണിനേക്കാൾ കുറവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിനയിലയും ചേർത്ത് കൊടുക്കാം. പുതിനയില കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച മട്ടൻ ചേർത്ത് കൊടുക്കണം. മട്ടനിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കണം. കുറച്ച് സവാള ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ഇത് തുറന്ന് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് കുക്ക് ചെയ്ത് വെച്ച റൈസ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് റോസ് വാട്ടറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് അതും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള റൈസും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കണം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ റോസ് വാട്ടറും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ അടപ്പ് ടൈറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കാം. പിന്നെ ഞാനിത് പഴയൊരു ദോശത്തവയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മിനിറ്റാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത്. 15 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതൊന്ന് തുറന്ന് നോക്കാം. റൈസൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ റൈസൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മസാല ഇതുപോലെയാണ് കിട്ടിയത്. മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.